അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവലും ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. അത് നെയ്ക്കകത്ത് ഒന്ന് വറുത്തെടുത്തിരുന്ന് ചൂടാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ അല്ലാതെ പശുവും പാൽ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 350 ഗ്രാം ശർക്കര ഉരുക്കി അതിൻ്റെ തെളിയെല്ലാം കളഞ്ഞ് അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം. കഞ്ഞി പായസമാണ്. ഉരുളി അടുപ്പേ വെച്ച് പായസം ഉണ്ടാക്കാൻ പോകണം. 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് വയ്ക്കുകയാണ്. ഈ ഏത്തയ്ക്ക ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ് അത് അങ്ങോട്ടിട്ട് വറുത്തതാണ്. കത്തിട്ടുള്ള നല്ലതായിട്ട് ഏത്തയ്ക്ക വഴറ്റി എടുക്കണം. പിന്നെ പൊടിച്ചതാണ് ഞാൻ കൈ കൊണ്ട് ഈ അവലോട് ഇതിനകത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു. എന്നിട്ട് ഇനി ഇതിനകത്തിലോട്ട് ഉരുക്കി വെച്ചെങ്കിൽ ശർക്കര ഒഴിക്കുകയാണ്. നല്ലതുപോലെ കിടന്ന് വെന്ത് അവലിന് ഒരുപാട് വേവില്ല, പക്ഷേ ഏത്തപ്പഴം നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഇതിനകത്ത് ശർക്കരയ്ക്കകത്ത് വരട്ടിയെടുക്കണം. ബാക്കി വെച്ചിരിക്കുന്ന ശർക്കരക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റി എടുത്തിരിക്കുകയാണ്. ഇനി വഴറ്റി വെച്ചിരിക്കുക തേങ്ങാപ്പാലിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ കിടന്ന് വേവട്ടെ. പായസം റെഡിയായി വരികയാണ്. അതിനകത്തിലോട്ട് ഈ പശുവും പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാം വെന്ത് എപ്പോഴും നല്ലപോലെ വെന്തുടങ്ങി അവലുമൊക്കെ റെഡിയായി. ഒഴിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. പായസത്തിനൊരു ടേസ്റ്റ് വരണം. അതിന് നല്ലപോലെ നെയ്യ് ചേർക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പായസം ഒന്ന് വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് അതിനുള്ള കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവർക്കും ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. എൻ്റെ ചാനൽ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം.
ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം വറുത്ത് ചേർക്കാനുണ്ട്, അതും ചേർക്കാൻ. ഇനി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചാണ് ഇച്ചിരി പാലിനകത്ത് ഇളക്കി ഇതിനകത്തിലങ്ങ് ചേർക്കുകയാണ്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. നമ്മുടെ പായസം അങ്ങനെ റെഡിയായി. അവൽ ഏത്തപ്പഴം പായസം റെഡി. എല്ലാവരും ഒന്ന് നിങ്ങളെ പറയുന്നു, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ട് പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്നുള്ള കമൻറ്റൊക്കെ പറയണം. ആരും കമൻറ്റ് ഒന്നും ഇടുന്നില്ല. ഒരു കമൻറ്റൊക്കെ ഒന്ന് പറയണം, നല്ലതാണോ എന്നൊക്കെ.